ഇ.പി. ജയരാജന്റെ ബി.ജെ.പി. പ്രവേശന വിവാദം സി.പി.എമ്മിൽ വൻ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ ഇ.പി. വിഷയവും ചർച്ചയാകും. ഇ.പിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. അതോടൊപ്പം കണ്ണൂർ സി.പി.എമ്മിലും ഇ.പി. ജയരാജൻ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തികയും കണ്ണൂരിൽ നിന്നും കെ.ജെ. ശ്രീജിത്തും ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും രശ്മിയിലേക്ക്. രശ്മി, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് സി.പി.എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കണ്ടക ശനിയാണ്. ആ ഒരു കാലത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഏത് തരത്തിലായി കഴിഞ്ഞാലും പ്രതിസന്ധി ഒന്നിനു പിറകെ ഒന്നായി വേട്ടയാടുന്ന ഒരു സാഹചര്യം. ഏറ്റവും ഒടുവിലായി ഇ.പി. ജയരാജൻ്റെ വിഷയം വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെയാണ് നിർണായകമായ വെളിപ്പെടുത്തൽ വന്നത്. പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കണ്ണൂരിലടക്കം ഈ വെളിപ്പെടുത്തൽ ഈ ജനവിധിയെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചു സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സി.പി.എം വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം ഈ തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നത് കണ്ടറിയേണ്ടതുണ്ടല്ലേ? വെരി ഗുഡ് മോർണിംഗ് KP. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുതന്നെയാണ്. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഒരു വലിയ ഒരു പൊട്ടിത്തെറി തന്നെ സി.പി.എമ്മിൽ ഉണ്ടാകാനാണ് സാധ്യത. നാളെയാണ് സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ച, സാധാരണ തെരഞ്ഞെടുപ്പ് കഴിയുന്ന വേളയിൽ ആ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകൾക്ക് വേണ്ടി സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അടിയന്തരമായി ചേരാറുണ്ട്. ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാളെ യോഗം ചേരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഇ.പി. ജയരാജന്റെ വിഷയം ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും വലിയൊരു പൊട്ടിത്തെറി ഇതിനോടകം തന്നെ സി.പി.എമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇ.പിക്കെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് തന്നെയാണ് സാധ്യത. LDF കൺവീനറാണ് ഇ.പി. ജയരാജൻ. അതോടൊപ്പം തന്നെ സി.പി.എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ.പി. ജയരാജനെ മാറ്റുന്ന കാര്യം ആലോചനയിലുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ സ്ഥാനത്ത് നിന്ന് മാറ്റും. നാളെ അത്തരത്തിലൊരു നടപടിയിലേക്ക്, കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിൽ നിന്നുൾപ്പെടെ കൂടുതൽ പേർ ബി.ജെ.പിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതും കോൺഗ്രസിന്റെ DNA എന്ന് വിശേഷിപ്പിക്കുന്നവർ തന്നെ കോൺഗ്രസിലേക്ക് എത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കൂടുതൽ ആളുകൾ സി.പി.എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യം ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പിണറായിയോളം തന്നെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് ബി.ജെ.പിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇ.പി. ജയരാജൻ നേരത്തെ തന്നെ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള കാര്യം ബി.ജെ.പി നേതൃത്വം സ്ഥിരീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇ.പി. ജയരാജനും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള തികച്ചും വെട്ടിലായിരിക്കുന്നത് ഇപ്പോൾ സി.പി.എം ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നതും ആ ഒരു ദിവസം, ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലുള്ളൊരു ഒരു വെളിപ്പെടുത്തൽ അത് തുറന്ന് സമ്മതിച്ചത് വലിയ രീതിയിൽ പ്രതിരോധത്തിൽ സി.പി.എമ്മിനെ ആക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഇത്തരത്തിൽ ഇ.പിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സി.പി.എമ്മിൽ തന്നെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നു ഇ.പി. ജയരാജൻ. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിരുന്ന പേര് ഇ.പി. ജയരാജന്റേതായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത, പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയായിരുന്നു ഇ.പി. ജയരാജൻ. പക്ഷെ പിന്നീട് അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആവശ്യത്തിന് തന്നെ ഉപയോഗിച്ചതിന് ശേഷം ഒരു കറിവേപ്പില പോലെ തന്നെ അവഗണിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം. പിന്നീട് പല പ്രാവശ്യവും പാർട്ടി യോഗങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം വിട്ടുനിന്നത്. സംസ്ഥാന സെക്രട്ടറിയായി എം.വി. ഗോവിന്ദൻ വന്നതിന് ശേഷമൊക്കെ തന്നെ തിരുവനന്തപുരത്തുള്ള പാർട്ടിയുടെ യോഗങ്ങളിലൊന്നും തന്നെ ഇ.പി. ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ എം.വി. ഗോവിന്ദൻ സി.പി.എം സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വന്നത് മുതലാണ് ഈ നേതൃത്വത്തോട് ഉടക്കി നിൽക്കുന്ന ഒരു ഇ.പി. ജയരാജനെ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ആ ഒരു പദവി അത്രത്തോളം ഇ.പി. ജയരാജൻ പ്രതീക്ഷിച്ചതുമാണ്, തനിക്ക് ലഭിക്കുമെന്ന് അത്രത്തോളം വിശ്വസിച്ചതുമാണ്. പിന്നീടാണ് എം.വി. ഗോവിന്ദനിലേക്ക്, അതായത് കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഘടകത്തിൽ തന്നേക്കാൾ എല്ലാം കൊണ്ടും അനുഭവ പരിചയം കൊണ്ടടക്കം താഴെ നിൽക്കുന്ന എം.വി. ഗോവിന്ദനിലേക്ക് സംസ്ഥാന സെക്രട്ടറി പദം മാറിയത് ഒരിക്കലും അംഗീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എം.വി. ഗോവിന്ദൻ നയിച്ചിരുന്ന ആ ജാഥയിലടക്കം യാത്രയിലടക്കം അദ്ദേഹം വിട്ടുനിന്ന ഒരു കാര്യമുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്തൊക്കെ അദ്ദേഹം ദലാൽ നന്ദകുമാറിൻ്റെ വീട്ടിലേക്ക് അതിഥിയായി പോയ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് വലിയ ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടഞ്ഞു നിന്ന ഒരു ഇ.പി. ഈ ബി.ജെ.പിയിലേക്ക് ചർച്ചകൾ നടത്തിയത് വളരെ ഗൗരവത്തോടെയാണ് നേതൃത്വവും കാണുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇ.പി. ജയരാജൻ്റെ അന്നത്തെ പ്രതികരണങ്ങളും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തലുമൊക്കെയും താരതമ്യം ചെയ്യുമ്പോൾ അതിൽ വാസ്തവമുണ്ട് എന്ന് സി.പി.എം നേതൃത്വത്തിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടികളിലേക്ക് ഒരുപക്ഷെ ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അടക്കം അദ്ദേഹത്തെ നീക്കാനുള്ള
ഒരു സാധ്യത അത് തന്നെയാണ് മുന്നിലുള്ളത്. അല്ലാതെ ഈ പാർട്ടിക്ക് CPM-നെ പിടിച്ചു നിൽക്കാൻ മറ്റ് മാർഗമില്ലാത്തൊരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. CPM-ന് അത് വലിയ രീതിയിൽ CPM വെട്ടിലായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ണൂരിൽ MV ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ യാത്ര നടന്ന സമയത്ത് അന്ന് കണ്ണൂരിൽ ഉണ്ടായിരുന്നിട്ട് പോലും EP ജയരാജൻ അതിൽ പങ്കെടുത്തില്ല. മാത്രമല്ല ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ അതൊക്കെ അന്ന് തന്നെ പാർട്ടി ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം EP-ക്ക് നൽകിയിരുന്നതാണ്. ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധമൊക്കെ തന്നെ നേരത്തെയും പുറത്തു വന്നു. അന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശം EP-ക്ക് നൽകിയതുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം കൂടി വന്നിരിക്കുന്നത്. അതും വോട്ടെടുപ്പ് ദിവസം തന്നെ അത് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ CPM-നകത്ത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. CPM-ന് അത് വലിയ തരത്തിലൊരു ക്ഷീണം ഉണ്ടാക്കി എന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രി തന്നെ EP-ക്കെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പലതരത്തിൽ പല അഭിപ്രായങ്ങളാണ്. അത് ഒരു ഒത്തൊരുമയില്ലാത്തൊരു അഭിപ്രായം തന്നെയാണ് CPM-ൽ നിന്നും പുറത്തേക്ക് വരുന്നത്. തോമസ് ഐസക് ഒരു കാര്യം പറയുന്നു, MV ജയരാജൻ മറ്റൊരു കാര്യം പറയുന്നു. ഈ കൃത്യമായി കൂടിയാലോചനകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്നുള്ളൊരു വിഭാഗം പറയുന്നു. എന്നാൽ ചർച്ചകളൊന്നും നടത്താതെയാണ് പ്രതികരിച്ചതെന്ന് മറ്റൊരു കൂട്ടം പറയുന്നു. ഇത്തരത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പവും അതൃപ്തിയും ഒക്കെ തന്നെ CPM-നകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയുന്നു. മുഖ്യമന്ത്രി തന്നെ നേരത്തെ നമുക്കറിയാം ദേശാഭിമാനിക്ക് വേണ്ടി സാന്റിയാഗോ മാർട്ടിൽ നിന്നും ദല്ലാൽ നന്ദകുമാറിന്റെ ഇടനിലയിൽ 2 കോടി രൂപ EP ജയരാജൻ വാങ്ങിയ വിഷയം അന്ന് അത് പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഒന്നും തന്നെ അന്ന് നടത്താതെ ഇരിക്കുകയും എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തു. അതിൽ പ്രതികരണം നടത്തുകയും ചെയ്തു. ആ വിഷയം പറഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായൊരു നടപടിയിലേക്ക് വലിയ രീതിയിൽ CPM പ്രതിസന്ധിയിലായിരിക്കുന്നു. അത് വോട്ടെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞത് തന്നെ വലിയ ക്ഷീണം ഉണ്ടാക്കി. അതുകൊണ്ട് തീർച്ചയായും ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകൾക്ക് വേണ്ടിയാണ് നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും നാളെ ഈ ഒരു വിഷയം EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിഷയമായിരിക്കും നാളെ ചർച്ചയാവുക. അതോടൊപ്പം തന്നെ EP ജയരാജൻ നേരിട്ട് എത്തി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം എന്നുള്ളൊരു കാര്യം സ്വാഭാവികമായും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ EP-യും എത്തും. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം കേട്ടതിനു ശേഷം നടപടിയിലേക്ക് നീങ്ങും. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ മാറ്റാൻ തന്നെയാണ് സാധ്യത.